ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മള് മറികടന്നു എന്നുള്ളൊരു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിൽ ഇവൾ മാത്രമേ ഉണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചൂടിലും ഒക്കെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാരവനില്ല. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടി കിട്ടിയാൽ തന്നെ നമുക്ക് ഈ 10-80 കിലോമീറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ ഔട്ട് വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഓക്കെ കൊള്ളാം, ഇത് പുറകിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങളും ഇല്ല. അത് അവര് സിനിമ കാണുമ്പോൾ അയ്യോ ഇവര് ഇത്രയും കഷ്ടപ്പെട്ടല്ലേ നമുക്കെന്നാ ഇഷ്ടപ്പെട്ടേക്കാന്ന് അറിയില്ല. അവർ വന്ന പടം നല്ല ഹിറ്റായ ഒരു പടമാണ്, അത് വെച്ചിട്ട് തന്നെ പറയാം. പക്ഷെ എന്ന് വെച്ചിട്ട് അതിനുശേഷം അവർ നല്ല പടം ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നല്ല രസമുള്ള കുറെ പടങ്ങൾ ചെയ്താലും ജൂൺ എന്നുള്ള പടം പറഞ്ഞു തന്നെ ഇരിക്കും. ജൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് രജിഷ അതിൽ ചെയ്തിരുന്നത് ആദ്യം സ്കൂൾ ഗേൾ ക്യാരക്ടർ ആയിരുന്നല്ലോ. പടം ഷൂട്ട് കഴിഞ്ഞ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് കൂട്ടുള്ള ആൾക്കാർ തന്നെ പുറത്തു പോയപ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ജൂൺ ആണോ രജിഷ ആണോ, ആ ഒരു പോയിന്റ് ഉണ്ടാവാം. ഈ സിനിമയുടെ ഒരു ക്വാളിറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സിനിമേന്റെ ഒരു ഔട്ട്കം എന്താന്നുള്ളതിനെ കുറിച്ചോ കോൺഫിഡൻസോ ഒന്നും എനിക്ക് കുറവില്ല. ആ ഒരു പേടി ആളിലേക്ക് എത്തണം, ഇത്ര ദിവസം കൊണ്ട് തന്നെ എത്തേണ്ടതുണ്ട്. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ കൂടെ രാസ്ത സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ടീമുണ്ട്. ഹലോ. ഇപ്പൊ രാസ്തയാണ് നമ്മുടെ പുതിയ വിശേഷം. അതെ, ഈ സിനിമയുടെ ഈ ടൈറ്റിൽ തന്നെ രാസ്ത എന്നുള്ളത് ഹിന്ദി വേർഡ് ആയതുകൊണ്ടായിരിക്കും അല്ലെ അങ്ങനെ ഒരു പൊക്കത്തൊരു ലൈനൊക്കെ കൊടുത്തിട്ട് അല്ലെ? മലയാളത്തിലാണെങ്കിലും എഴുതിയെങ്കിലും ഒരു ലൈൻ കൊടുത്തു. അതൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ്. പിന്നെ നമ്മുടെ ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു സർവൈവൽ സ്റ്റോറി ആണ് എന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മരുഭൂമിയിൽ ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന ഒരു കഥ ആദ്യമായിട്ടാണ് തോന്നുന്നു. വേറെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കിയപ്പോ കണ്ടില്ല. അങ്ങനെ തന്നെയാണോ? എൻ്റെ അറിവില് മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. പഴയ പടങ്ങളുണ്ടോന്ന് അറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ പുറത്തെ പടങ്ങളുണ്ട് കേട്ടോ, ഡെസേർട്ടിലൊക്കെ അവിടുന്ന് സർവൈവ് ചെയ്യുന്ന പടങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ നമ്മൾ ഈ സിനിമയുടെ ഒരു ആലോചനന്റെ ആ ഒരു സമയങ്ങളിൽ അങ്ങനത്തെ സിനിമകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സീരീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്യുമെന്ററികളാണെങ്കിലും സിനിമകളാണെങ്കിലും ഫീച്ചർ ഫിലിംസ് ആണെങ്കിലും പുറത്ത് അങ്ങനത്തെ പടങ്ങൾ വന്നിട്ടുണ്ട്. റെഫറൻസ് എടുത്തായിരുന്നോ? റെഫറൻസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടോ, കാരണം നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ ലോക്കായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയുള്ള പിന്നെ ഒരു സമയ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എന്തുകൊണ്ടോ കാണാൻ പറ്റിയിട്ടില്ല. കാണണമെന്നുണ്ടായിരുന്നു, റെഫറൻസിന് വേണ്ടിയിട്ട് തന്നെ. എന്താണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്, എന്താണ് അതിൽ പറയുന്ന കഥ, നമ്മുടെ കഥയായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അതിങ്ങനത്തെ ഒരു ടെറൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ അതുപോലത്തെ സിനിമകൾ മുമ്പ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചതും ഒന്ന് സെർച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഇൻഫർമേഷൻ ഇങ്ങനെ സിനിമകളുണ്ട്, അത് കാണണമെന്ന് വിചാരിച്ച് പക്ഷെ എന്തോ സമയം കിട്ടിയില്ല, പിന്നെ അങ്ങനെ അത് വിട്ടു. ഓക്കെ, അനങ്ങ പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് ക്യാരക്ടർ ഇതില്? എൻ്റെ ക്യാരക്ടർ ഷഹാന ക്യാരക്ടറാണ്. അപ്പോൾ ഒമാനിലേക്ക് ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ വരുന്നു, എൻ്റെ ലൈഫിലേക്ക് വരുന്നു. അപ്പോൾ ആ 2 ക്യാരക്ടേഴ്സ് അനീഷേട്ടനും സർജുവും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഒമാനിന് ഫസ്റ്റ് ടൈം ആണോ പോകുന്നത്? ആണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ അവിടെ? ഞാൻ വിചാരിച്ച ഒമാനായിരുന്നില്ല. ആണോ? അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പോ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഡെസേർട്ടാണ്. കാരണം ഷൂട്ടിന്റെ ലാസ്റ്റ് 15 ഡേയ്സ് നമ്മള് ഡെസേർട്ടിലായിരുന്നു. സോ ഒമാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഡെസേർട്ടാണ് ആദ്യം മൈൻഡിൽ ഓർമ്മ വരും. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഒമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടിവിയിലെ സിനിമയിലൊക്കെ കണ്ടൊരു മൈൻഡ് സെറ്റിലാണോ പോയത്? അങ്ങനെയാണ് പോയത്. ഞാൻ നല്ല ചൂട് ക്ലൈമറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ചൂടല്ലായിരുന്നു? അല്ല, നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ജനുവരി ഒരു എൻഡിലാണ് ഷൂട്ട് തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു. അതിന്റെ ഒരു കുറച്ച് ദിവസം മുമ്പ് പോയി, അപ്പോഴേ നല്ല തണുപ്പായിരുന്നു. അപ്പൊ വിചാരിച്ചു ഓക്കെ ഡെസേർട്ടൊക്കെ നല്ല രസമായിരിക്കും ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ഡെസേർട്ടിന്റെ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് ചൂട് ഭയങ്കരമായിട്ടുള്ളൊരു അത് ഡേ ടൈമിൽ എക്സ്ട്രീം ചൂടും നൈറ്റ് ഭയങ്കര തണുപ്പ് വരുന്നല്ലേ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അതല്ല വലിയ കാര്യം. ഓക്കെ, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞോളൂ. ഫൈസൽ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഫൈസൽ അവിടെ ഒമാനിൽ വർക്ക് ചെയ്യണ ഒരു ഫേമിൽ വർക്ക് ചെയ്യണവൻ. ഫൈസലിന്റെ ഫ്രണ്ടാണ് മുജീബ്. അപ്പം ഞങ്ങളെല്ലാരും കൂടെയാണ്. മുജീബ് തന്നെ അല്ലായിരുന്നോ? മുജി ഇക്കാന്ന് വിളിക്കും, ഇടയ്ക്ക് മുജീന്ന് മാത്രം വിളിക്കും. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മില്. അപ്പം അവിടെ വർക്ക് ചെയ്യണ നാട്ടിൽ നിന്ന് അവിടെ പോയി വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം സാധാരണ ഗൾഫുകാരുടെ ഒരു
ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ക്യാരക്ടറാണ് എൻ്റെ. ആൻഡ് യെസ്, ആൻഡ് ഒരു ജേർണിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കഥ പറഞ്ഞു പോകും. ഓക്കെ, ഈ സിനിമയിലേക്ക് ഇപ്പൊ നമ്മൾ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മൾ കുറെ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ലാസ്റ്റ് ഒരു ഡിഫറൻസ് തോന്നിയത് എന്തായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ? അനഘ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ ഇതുവരെ ചെയ്തതും ഇച്ചിരി ഇമോഷണൽ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഡിഫറെൻ്റ് ആക്കുന്നത് അതിലെ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഒരു റെപ്പിറ്റേഷൻ വരരുത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തും കുറെ ഇമോഷണൽ സീൻസ് വരുന്നുണ്ട്. തീർച്ചയായും, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും നമ്മളുടെ ഇമോഷനും കാര്യങ്ങളൊക്കെ. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്യുമോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻ എനിക്കിതിൽ ആവശ്യം വന്നില്ല. പിന്നെ എന്തായാലും ഒരു സിനിമ ചെയ്യുമ്പോൾ ക്യാരക്ടറിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 2-3 days അത് കുറവാണ് വേണ്ടി വരും. കാരണം അറിയില്ലല്ലോ. പക്ഷെ എന്തായാലും അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടറിലേക്ക് എനിക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി. കുറച്ചും കൂടെ ഞാൻ നല്ല പ്രിപ്പയർഡ് ആവുക എന്നൊക്കെ പറയുന്നത് ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഈ ക്യാരക്ടർ ഈ ഒരു ഇതിലാണ് വരണ്ടേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്ലി പറഞ്ഞാൽ പ്രിപ്പയർഡ് ആവേണ്ടി വരും. ഇതിൽ അങ്ങനെ ഒരു ഡിമാൻഡിങ് ഉണ്ടായിരുന്നില്ല ഈ ക്യാരക്ടറിന്. പിന്നെ മെന്റലി പ്രിപ്പയർഡ് ആവും അത്. കാരണം കുറച്ച് ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത് എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് വന്ന ഒരു ബാക്ക് സ്റ്റോറി എന്താന്നൊക്കെ ഉള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അനഘ ഒരു ഡ്രാമയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന കേട്ടോ, നമ്മൾ എത്ര പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോഴാണ് പതുക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ സിനിമ എടുത്തേക്കുന്നതും ഒരു നോവൽ ഒരു തുടർച്ച പോലെയാണ്, ഒരു ഓർഡർ തന്നെയാണ് പോയേക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. നമ്മുടെ ആ ക്യാരക്ടർ ഫസ്റ്റ് വരുന്നതന്നെ അവിടെ തന്നെ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് ആ ക്യാരക്ടർക്ക് കറക്റ്റായിട്ട് വന്നു. ഇപ്പൊ നമ്മളിപ്പോ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വിഷമോ സങ്കടമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് കട്ട് വെച്ച് നമ്മൾ പുറത്തിരിക്കുമ്പോൾ പിന്നെ വേറൊരു അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ ഇത് ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ ബാധിക്കുമോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പേഴ്സണലി ചോദിക്കാൻ ചില ആൾക്കാർ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിന് വിട്ടു പോവാൻ പറ്റാറില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻ എടുത്തു കഴിഞ്ഞാലും കട്ട് കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ തിരിക്കും. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ചില സമയത്ത് ആ ക്യാരക്ടർ ആ ഇമോഷൻ മൈൻഡിൽ നിൽക്കുന്നേ ഉള്ളൂ. അവിടെ ആക്ഷൻ കട്ടിന്റെ ഇടയിൽ അതിനകത്ത് തീരുന്ന ഒരു പ്രോസസ് ആണ്. സർജനൊക്കെ അങ്ങനെ ക്യാരക്ടറിന് പുറത്ത് വരാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായി? ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തതെന്ന് എനിക്ക് ഷൂട്ടിന്റെ ദിവസം ഒന്ന് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി കഴിയുമ്പോൾ അത് വിട്ടു, നോർമൽ ആവും. ആ ക്യാരക്ടർ നമ്മൾ അവിടെ കളയുന്നു. പക്ഷെ ലൈക്ക് എവിടെയാ ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചില സീൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ഇമോഷണൽ സീൻസ് ആണെങ്കിൽ നമ്മൾ ഇമോഷണലി ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ആ സീനിന് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നതായിരിക്കും. ദേഷ്യപ്പെടാൻ നമ്മൾ ബോഡി എക്സേർട്ട് ചെയ്യുന്നുണ്ടല്ലോ എനർജി, അതിൽ നിന്ന് തിരിച്ച് നമ്മൾ നോർമലിലോട്ട് എത്തേണ്ട ഒരു ഇതുണ്ടാവും. അല്ലാതെ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കൊന്നുമില്ല. നമ്മൾ ചിലപ്പം എനിക്കുള്ളത് ഞാൻ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത തലവേദന വരും. അപ്പൊ ഒരു സീൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിന്റെ ഒരു ബാക്ക്ലോഗ് ആയിട്ടുണ്ടാവും. ഇറ്റ് ഗോസ്. അല്ലാണ്ട് ഇങ്ങനെ ക്യാരക്ടറിന് മാറാൻ അങ്ങനെ ഒരു പരിപാടി ഇതുവരെ ഇല്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ബിഹേവ് ചെയ്ത് പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് ഒരു മിമിക്ക് പോലെ നമ്മള് ദിലീപണ്ണൊക്കെ ചെയ്തില്ലേ ചാന്തുപൊട്ട്, അല്ലെങ്കിൽ മൃഗയ പോലത്തെ പടങ്ങൾ എപ്പോഴും അവരുടെ ബോഡിയിലും അവരുടെ അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നത് ആദ്യം മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇപ്പം രാവിലെ മുതൽ 6 മണി മുതൽ ഒരു ആർട്ടിസ്റ്റ് പിന്നെ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും അവരുടെ വോയിസ് മോഡുലേഷനും സ്ലാങ്ങും എല്ലാം മാറ്റി മേക്കപ്പിലും അവർ തന്നെ പതുക്കെ ആ ഒരു ഇതല്ലാണ്ട് അത് തന്നെ എപ്പോഴും മിററിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവരുടെ സമയങ്ങളിൽ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ കൂടുതലും ആ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ടായ. അത് 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ അവരുടെ ഒറിജിനലിന് പിന്നെയും കൂടുതൽ ഇതിലേക്ക് അടുത്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മളെ ക്യാരക്ടർ. അത് സിനിമയുടെ ഒരു ദിവസത്തെ കാര്യമല്ല, ഒരു 40 days ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വരുമ്പം ഓൾമോസ്റ്റ് അങ്ങനെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് രജിഷ അതിൽ ചെയ്തിരുന്നത് ആദ്യം സ്കൂൾ ഗേൾ ക്യാരക്ടറായിരുന്നു. അപ്പൊ എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ രജിഷ ഒരു ദിവസം ഞങ്ങളൊക്കെ ഇരിക്കുമ്പം പടം ഷൂട്ട് കഴിഞ്ഞു,
കഴിഞ്ഞ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് കൂട്ടുള്ള ആൾക്കാർ തന്നെ പുറത്തു പോയപ്പം ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ് പ്രതീക്ഷ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചപ്പം ഷീസ് ലൈക്ക് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മറ്റേ ജൂണാണോ രജിഷയാണോ, ആ ഒരു പോയിന്റ് ഉണ്ടാവാം. കാരണം നമ്മൾ ഇപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് നമ്മൾ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും മാറിയിട്ട് ഇപ്പം ഞാൻ വേറൊരു എന്താ പറയാ എൻ്റെ ഒരു സാധാരണ രീതിയിൽ അല്ലാത്തൊരു സാധനമാണ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ എക്സ്ട്രാ എഫേർട്ട് എടുത്തില്ലേ നമുക്ക് ആ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ബോഡി ഹാസ് ടു ബി ട്രെയിൻഡ് അക്കോർഡിംഗ്ലി. ഇപ്പൊ നടത്തത്തിലോ ഇപ്പൊ ചാന്തുകൂട്ട് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോൾ മാത്രമായിട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ബോഡി അത് അറിയണം. ആ ഒരു എന്താണ് മേൽവയക്കം അത് വരാതെ പറ്റില്ലല്ലോ. അത് വന്ന് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ സ്റ്റേ ഫോർ എ വൈൽ. പിന്നെ നമ്മള് ഡിപ്പെൻസ്. എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ ഈ സിനിമയിലെ ഏത് സിനിമയും അത് വിജയിച്ചു വരാൻ മ്യൂസിക് എന്നുള്ളത് ഒരു വലിയ സംഭവം, വലിയൊരു പാട്ട് തന്നെയാണ്. അപ്പൊ ഇതിലെ മ്യൂസിക്കുകളും ലിറിക് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ വളരെ രസമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ വ്യൂസ് അത്രമാത്രം എന്നാ പോയിട്ടില്ല. പക്ഷെ കേട്ടവരൊക്കെ അതിന് നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക? സാധാരണ പാട്ടുകളൊക്കെ എല്ലാവരും പെട്ടെന്ന് ഏറ്റെടുക്കാറുള്ളതാണ്. അല്ല, പാട്ട് കേട്ട് നമുക്ക് ആ പാട്ടിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഈ പറഞ്ഞൊരു കൺസേൺ ഉണ്ട്, വ്യൂസ് കുറച്ച് നമ്മൾ സാധാരണ വരുന്ന പോലെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഒബ്വിയസ്ലി ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരും. ഇപ്പം എൻ്റെ പടങ്ങളിൽ തന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള സിനിമയിലുള്ള പാട്ടുകളെ അത് മില്യൺസ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര വ്യൂസിലേക്ക് പോയ പാട്ടുകൾ. പക്ഷെ അത് ആവുന്നത് വളരെ പതുക്കെയായിരുന്നു. അതിൻ്റെ ഒരു സമയം എടുത്തിട്ടാണ് അത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു റീച്ചും ആയിരുന്നു. എല്ലാവരും ആ പാട്ടുകൾ അറിയുന്നത് പതുക്കെ ആയിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പാട്ടുകൾ ആൾക്കാർ ഏറ്റെടുക്കും. അത് സമയം എടുക്കുന്നത് നമുക്ക് ദോഷമാണ്. അത്രയും സമയം എടുത്തിട്ട് നമ്മളത് എല്ലാവരും കാണുമ്പോഴേക്ക് സിനിമയൊക്കെ ഇറങ്ങി ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല. അത് പെട്ടെന്ന് കാണണം എന്നുള്ളത്. അല്ല, പാട്ട് കേൾക്കുമ്പോൾ അതിന് താഴെ വന്ന കമന്റ്സ് ഒക്കെ വളരെ നാക്കാറ്. സാധാരണ നമ്മുടെ പ്രേക്ഷകരുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇത്രയും കുറച്ച് വ്യൂസ് എന്തുകൊണ്ട് അതിന് വന്നു എന്നുള്ളൊരു തോട്ട്. ഇപ്പൊ അനഘയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയം ചെയ്തു വെച്ചു. അപ്പൊ അവിടെ ഒരു ക്യാരക്ടറാണ് ആളുകൾ ഇപ്പോഴും അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് ആളുകൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പേരിലായിരിക്കും ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ പുതിയൊരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയൊരു ക്യാരക്ടർ ചെയ്യുകയാണ്. അപ്പൊ അതിൽ എത്രത്തോളം ഒരു ചാലഞ്ച് ഉണ്ട്. കാരണം അത് ഓൾറെഡി ചെയ്തു വെച്ച ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പിന് നമ്മൾ മറികടക്കണം എന്നുള്ളൊരു ചാലഞ്ച് ആണോ, അതോ ഓക്കെ ഇപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നു അപ്പൊ അത്രമാത്രം എന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്നാണോ? ഇത് എങ്ങനെ എടുക്കുന്നത്? രണ്ടും ഉണ്ട്. ഇപ്പൊ ഒരു സിനിമ, ഏത് സിനിമ ചെയ്യുമ്പോഴും വിചാരിക്കുന്നത് ആദ്യം കിട്ടിയ ആ ആക്സെപ്റ്റൻസ് തന്നെ വേണം, അല്ലെങ്കിൽ അതിലെക്കാളും ഒരുപടി മുന്നോട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിൽ മാക്സിമം നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് പ്രേക്ഷകരും അത് അനുസരിച്ചിരിക്കും. സർജാന എങ്ങനെ കാണുന്നത്? ഇതിനൊരു ചലഞ്ച് ആയിട്ടാണോ കാണുന്നത്? ഇപ്പൊ നോയലിനെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഇപ്പോഴും പറയുന്നത് അല്ലെ? ആ പേര് രജിസ്റ്റേർഡ് ആണ് ആളുകളുടെ മനസ്സിൽ. സർജാനോ നോയൽ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ആ പേരായിരിക്കും ആകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഹൈപ്പിൽ പോകണമെന്നായിരിക്കും ആസ് ആൻ ആക്ടർ, ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതങ്ങനെ വന്നു പോകുന്നതാണോ? എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി വരുമ്പം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും എഴുതണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം. താല്പര്യമുണ്ടോ? അല്ല, ഇതുവരെ ഇല്ല. അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ബട്ട് സി, ഈ പറഞ്ഞ പോലെ ചില ആക്ടേഴ്സ് നേരത്തെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇന്റർഫിയർ ചെയ്ത് പറയാം. ചില ആക്ടേഴ്സ് ഇപ്പോൾ സർജാനോനെ പോലത്തെ ഒരാളെ ജൂൺ എന്ന് പറഞ്ഞിട്ട് പറയും. ഇപ്പൊ പല ആൾക്കാർ ഇപ്പം അനഘന തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് സർജാന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്നിവർ എന്നുള്ള പടത്തില് ഗംഭീര പെർഫോമൻസ്. പക്ഷെ അതാരും പറഞ്ഞില്ല. ഇപ്പൊ നമ്മളെ പാട്ട് കേട്ടില്ല എന്ന് പറയുന്ന പോലെ അതാരും അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല. ലക്ക് മാർക്കറ്റിംഗ്, ലക്ക് മാത്രമല്ല, പല കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ടാവും. നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പം ഞാൻ ഈ പറയുന്നത്. പക്ഷെ മിക്കവാറും ആർട്ടിസ്റ്റുകള് പിന്നെ അവർ വന്ന പടം, ഫസ്റ്റ് വന്ന പടം നല്ല ഹിറ്റായ ഒരു പടമാണ്, അത് വെച്ചിട്ട് തന്നെ പറയാം. പക്ഷെ എന്ന് വെച്ചിട്ട് അതിനുശേഷം അവർ നല്ല പടം ചെയ്യുന്നില്ല എന്നുള്ളതല്ല. അതിലും ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്താലും എനിക്ക് തോന്നുന്ന സർജാനോനി നല്ല രസമുള്ള കുറേ പടങ്ങൾ ചെയ്താലും
ജൂൺ എന്നുള്ള പടം പറഞ്ഞു തന്നെ ഇരിക്കും. അത് ഓക്കെ, ആ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നത് ലാലേട്ടനെ പറയുന്ന സമയത്ത് നമ്മള് പഴയ ആ പടം പറയുന്ന പോലെ തന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തിങ്കളാഴ്ച നിശ്ചയം ചെയ്ത് ഇനി അതിനേക്കാളൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്താലും നമ്മൾ അനഘ എന്ന് പറയുന്നത് തിങ്കളാഴ്ച വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ പറയും തിങ്കളാഴ്ച നിശ്ചയം. അന്ന് വെച്ചിട്ട് തിങ്കളാഴ്ച നിശ്ചയത്തിലാണ് ഏറ്റവും പെർഫോമൻസ്, അതിനുശേഷം അതിന് അതുപോലെ വന്നില്ല എന്നുള്ളതിന് അർത്ഥങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സാറിന്റെ എല്ലാ സിനിമകളും എടുത്ത എല്ലാ സിനിമകളും വ്യത്യസ്തമായിരുന്നു. സാധാരണ വരുന്ന ഒരു ശ്രേണിയിൽ നിന്ന് മാറ്റി ആളുകളെ ഒന്ന് രസിപ്പിക്കുന്ന സിനിമകളായിരുന്നു. അപ്പൊ ഈ രാസ്ത പ്രേക്ഷകരിലേക്ക് വരുമ്പോഴും അവർക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. സാറിന്റെ ആ ഒരു അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഈ സിനിമ പോകുന്നതാണോ? എങ്ങനെ സാറിന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആളുകൾ ഇത് എങ്ങനെ എടുക്കുന്നത്? കാരണം സാറിന് ഓൾറെഡി പല പല രീതിയിൽ കണ്ടതുകൊണ്ട് ഇതിലെന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ഫാക്ടറും കൂടിയുണ്ട്. അല്ല, രാസ്ത എന്നുള്ള സിനിമയുടെ ഒരു സ്വഭാവം ഓൾമോസ്റ്റ് ഇപ്പൊ ഇതിന്റെ കുറച്ച് കണ്ടന്റുകൾ ഇറങ്ങിയതിൽ ഒരു ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്, ഇമോഷൻസ് ഉള്ള ഒരു ഡിസേർട്ട് ലോക്കാണ്, ഇത് പുറത്ത് ഷൂട്ട് ചെയ്ത പടാന്നൊക്കെ സാധാരണ ഒരു സിനിമ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടന്റ് കളി ലിറിക്കൽ വീഡിയോ ആവട്ടെ, അതൊക്കെ മൊണ്ടാഷാണ്. ട്രെയിലറും ടീസറൊക്കെ കണ്ട് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ്. ആക്ച്വലി ഞാൻ നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നമ്മൾ ഈ രാസ്ത ഈ സിനിമ നമ്മുടെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള സോങ്സ് ആയിരുന്നു, പക്ഷെ എന്തുകൊണ്ട് വ്യൂസ് ഇല്ല എന്ന് പോലെ ആ പേടി മാത്രമേ എനിക്കുള്ളൂ. ഈ സിനിമയുടെ ഒരു ക്വാളിറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സിനിമേന്റെ ഒരു ഔട്ട്കം എന്താന്നുള്ളതിനെ കുറിച്ചോ കോൺഫിഡൻസോ ഒന്നും എനിക്ക് കുറവില്ല. അപ്പം ആ ഒരു പ്രശ്നം, ആ ഒരു പേടി ആളിലേക്ക് എത്തണം, ഇത്ര ദിവസം കൊണ്ട് തന്നെ എത്തേണ്ടതുണ്ട് സിനിമ ഹോൾഡ് ഓവർ ആവാണ്ട് പോവാൻ. അപ്പൊ അത് എത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആദ്യം കാണിക്കണ്ടോണ്ട് കാണിച്ചതാണ് ട്രെയിലറും ബാക്കി സോങ്സ് ഒക്കെ. അല്ലെങ്കിൽ അതൊക്കെ സിനിമയുടെ കഥനെ ബാധിക്കുന്ന കാര്യമാണ്. എനിക്കൊന്ന് ഞാനൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എൻ്റെ സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസരമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളതൊരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉള്ള വലിയൊരു സ്റ്റാർ ആണെങ്കിൽ, ഞാൻ ഈ സിനിമനെ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രാസ്ത എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടാവും. ഇപ്പം അത് എന്ത് പടമാണ്, അതൊരു ലവ് സ്റ്റോറി ആണെന്നുള്ളൊരു ക്ലൂ പോലും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കില്ല. കാരണം ആ സിനിമൻ്റെ ഒരു സൈക്കോളജി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ സിനിമ ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ലാണ്ട് കാണുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജിൻ്റെ മുകളിൽ ഒരു സർപ്രൈസിങ് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു പടമാണ്. അതിനുള്ള കണ്ടന്റും അതിനുള്ള സംഭവങ്ങളും അതിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആസ് എ ഫിലിം മേക്കർ, ആസ് എൻ ഓഡിയൻസ്. അപ്പോൾ പക്ഷേ നമുക്കറിയാം, പടം ഇറങ്ങിയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് ഓൾഡ് ഓവർ ആയി കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ OTT വന്നു. OTT ഒന്നും കാണാണ്ട് എപ്പോഴെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പറയും ആൾക്കാർ, ആ പടം നല്ല രസമുള്ള പടമായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ഓടിയില്ല, നമ്മൾ ഓടിക്കാണ്ടിരുന്ന പോലെയാവും അത്. അപ്പം അങ്ങനെ ആവരുത്. ഇത് ട്രെയിലറെങ്കിലും കണ്ടിട്ടെങ്കിലും കയറുന്നവർ കയറട്ടെ. ഇപ്പം ഈ ട്രെയിലർ നല്ല രസമുള്ള ട്രെയിലറാണ്, ഈ സോങ് നല്ലതാണെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബിഹൈൻഡ് ഉള്ള ആൾക്കാർ ഭയങ്കര ഒരു ഇതിലല്ലാത്തതുകൊണ്ടാണ്. നമുക്കങ്ങനെ അത്ര വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ്സ് ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ലെവലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സക്രിയയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അങ്ങനെയാണ്. സക്രിയ പിന്നെ എൻ്റെ പടങ്ങൾ പറയുമ്പോൾ സക്രിയയും കുമ്പസാരൊക്കെ നിങ്ങളിപ്പം പറയും, പക്ഷെ അത് ഇപ്പം അടുത്താണ് പറയാൻ തുടങ്ങിയത്. ആ പടം ഇറങ്ങിയ സമയത്ത് അതൊരു ഭയങ്കരമായിട്ട് ഓടിയ പടങ്ങളല്ല തോന്നുന്നു. ആ പടം പതുക്കെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് പതുക്കെ കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് ആ സിനിമകളെ കുറിച്ചൊക്കെ അറിയുന്നത്. വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ഒമാനിലായിരുന്നു ആൻഡ് ഡെസേർട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരുന്നു അവിടെ ഷൂട്ട് വരുന്ന സമയത്ത്? അവിടെ എക്സ്ട്രീം വെതർ ആയിരുന്നു പ്രശ്നം. കാരണം രാവിലെ നല്ല ചൂടും രാത്രി നല്ല തണുപ്പും, അതിൻ്റെ ഇടയിൽ നമ്മൾ മണലിൽ ഇങ്ങനെ നിൽക്കുന്നത്, അതായിരുന്നു ഫോർ മീ എനിക്ക് വന്നത് അതായിരുന്നു. കാരണം ഞാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടി, ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വന്ന് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോണ്ടാവുന്ന ഹിക്കപ്സ് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ്. അതായത് രാവിലെ തൊട്ട് 2-3 ദിവസം ഈ രാവിലെ തൊട്ട് ഉറങ്ങണ വരെ ഹിക്കപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അതൊരു പിന്നെ അത് ആ പടത്തിലൊരു ആ ക്യാരക്ടറിന്റെ ഒരു അങ്ങനെ ആക്കി. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആക്കി. കാരണം അത് കാരണം ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു കുറച്ച് ദിവസം. അങ്ങനെ ഗ്യാപ്പ് സമയങ്ങൾ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടൊക്കെ വന്നു. പിന്നെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നു. അപ്പം അത് എളുപ്പമായിരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ 70 കിലോമീറ്റർ ഉള്ളിലൊക്കെ ഉള്ള സമയത്തേക്ക് അവിടെ നിന്ന് പുള്ളിനെടുത്ത് കൊണ്ടുപോകും. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഷൂട്ട് ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള വേറെ സീൻസ് ഒന്നും ചെയ്യാനില്ല, സർജാനും ഇല്ലാണ്ടുള്ള സീൻസ് ഇല്ല. അപ്പോൾ പുള്ളി പിന്നെയും തിരിച്ചു വരണം. അപ്പോൾ അത് ആ ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും പുള്ളിയുടെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു.
ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടേഴ്സ് നമുക്ക് അങ്ങനത്തെ ഉണ്ട്. അല്ലാണ്ടുള്ള നമ്മുടെ ബാക്കിയുള്ള വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. പുതിയ ടെറൈൻ ആയതുകൊണ്ടും പുതിയ അവിടുത്തെ ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് പെർമിഷൻസും കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നാണ് മുന്നിലേക്ക് എത്തിയത്. ഇപ്പൊ ഈ ഹിക്കബ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാട്ടോ, അപ്പൊ കാരണം ആ ക്യാരക്ടറിലേക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മാനറിസം. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഇത് നമുക്ക് മറ്റേ നമ്മൾ കയ്യിൽ നിന്ന് ഇടുകയാണെങ്കിൽ നമുക്കറിയാം ഓക്കെ അടുത്ത സെക്കൻഡിൽ ഞാൻ ഈ സാധനം ഇടും എന്ന് അറിയാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, തന്നെ വരുമല്ലേ. അപ്പൊ ഈ ഡയലോഗ് അഭിനയിക്കേണ്ട ആവശ്യമില്ല, അത് പറയുന്നതിനിടയ്ക്ക് പൊക്കോളും. കോൺഷ്യസ് ആയിട്ട് വിചാരിക്കട്ടെ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണം, മറ്റേത് വരുമ്പോ ബാക്കി ഡയലോഗ് കഴിഞ്ഞിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് മാറി. അത് മാറിയിട്ട് ഏതൊരു സീനിൽ നമ്മൾ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഏതൊരു സീനിൽ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടണമല്ലോ, അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചപ്പോ? കുഴപ്പമില്ല, ചെറിയ പരിപാടി. 2-3 ദിവസമായിട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പൊ എങ്ങനെയാ കറക്റ്റ് എവിടെ സാധനം ഇടുന്നു മണൽക്കാറ്റ് വന്നപ്പോ പിന്നെ എല്ലാം പോയി. എല്ലാം പോയി. അതെനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മള് മറികടന്നു എന്നുള്ളൊരു സത്യം പറഞ്ഞാൽ സമ്മതിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രൂവിനകത്തും. അപ്പം അവരുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചൂടിലും ഒക്കെ ബാക്കി ഓക്കെ ഇവർക്ക് കാറിൽ ഇരിക്കാം, എന്നാലും നമുക്കൊരു വാഷ്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യം, നമുക്കൊരു കാരവൻ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കാൻ റെഡിയായാലും ഇവിടുത്തെ പോലെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാരവൻ ഇല്ല. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടി കിട്ടിയാൽ തന്നെ നമുക്ക് ഈ 10-80 കിലോമീറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഒന്ന് കൊണ്ടുവരുന്നതൊക്കെ 2 ദിവസം കണ്ട് ഇങ്ങനെ വലിച്ചിട്ടൊക്കെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു? 37 ഉണ്ടായിരുന്നു. അതില് 15 ഡേയ്സ് ഡെസേർട്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കി പുറത്തായിരുന്നു. ഓക്കെ. നമ്മൾ ഇതിന്റെ ഔട്ട് വരുമ്പോ നമ്മൾ കാണുമ്പോൾ ഓക്കെ കൊള്ളാം, ഇതിന്റെ പുറകിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ മാത്രമാണ് നമ്മള് പ്രേക്ഷകരെല്ലാരും അറിയുന്നത് കേട്ടോ. അത് എല്ലാ സിനിമയിലും ക്യാരക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സഫർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സിനിമ കാണുമ്പോ നമ്മുടെ ഓഡിയൻസിന് ഇത് അറിയേണ്ട കാര്യമില്ല, ജഡ്ജ് ചെയ്യുന്നിരുന്നു. അപ്പൊ അത് എത്രത്തോളം അത് അറിയേണ്ട കാര്യങ്ങളും ഇല്ല. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോ അയ്യോ ഇവര് ഇത്രയും കഷ്ടപ്പെട്ടല്ലേ നമുക്കെന്നാ ഇഷ്ടപ്പെട്ടേക്കാം അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഓക്കെ. ഈ സിനിമയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ OTT വേണോ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറക്കണോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. കാരണം ആളുകൾക്ക് മാസ് പടം അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ മാത്രമാണ് തിയേറ്ററിൽ വേണം എന്നുള്ള ഒരു തോട്ടിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ഡൗട്ട് ഉള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല. ഈ സിനിമ തിയേറ്ററിൽ വരണം, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണിത്. കാരണം അങ്ങനത്തെ ഒരു ടെറൈനും അങ്ങനത്തെ ഉള്ള സീക്വൻസുകളൊക്കെയാണ്. അത് നമുക്കൊരു ചെറിയൊരു ഗാഡ്ജറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഫീൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം ഒബ്വിയസ്ലി പക്ഷെ OTT-ലും കൂടിയ വർക്ക് ആവുള്ളൂ. രണ്ടും കൂടി ബിസിനസ് ഇതിന് ആസ്പെക്ട്സിലാണ് പറയുന്നത്. OTT കൂടെ വേണം. അപ്പം എന്തായാലും തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പടം ഇങ്ങനത്തെ ഒരു ചെറിയ പടം സെയിം ഡേ തന്നെ പുറത്ത് GCC അവിടെ 10-65 തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. നെക്സ്റ്റ് പ്രൊജക്ട്സ് ഏതൊക്കെയാ? നെക്സ്റ്റ് ഇപ്പൊ എന്റെ ഇറങ്ങാനുള്ളത് മാരുവില്ലൻ ഗോപുരങ്ങൾ, വിൻസി, ഇന്ദ്രേട്ടൻ, ശ്രുതി ചേച്ചി അവരൊക്കെ ആയിട്ടുള്ള പരിപാടി. പിന്നെ ഇരവ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. പിന്നെ ഡിമോണ്ടി കോളനിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാനുണ്ട്. ഓക്കെ. അപ്പൊ 24-ൽ കുറെ സിനിമകൾ വെയിറ്റിംഗ് ആണല്ലേ ഇപ്പോ? ഹോപ്പ്ഫുള്ളി ജനുവരിയിൽ ഉണ്ടാവും റിലീസ് എല്ലാം. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ കറന്റ്ലി ഒരു വർക്ക് ചെയ്യാണ്. അർജുൻ അശോകൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിജു തോമസ് ഡയറക്ടർ. രാസ്തയാണ് ഇനിയിപ്പോ ഇറങ്ങാൻ നിൽക്കുന്നത്. സാറിന്റെ വർക്ക്സോ? എന്റെ എങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത 1-2 പ്രോജക്റ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവാൻ വേണ്ടി പറ്റുള്ളൂ. എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് സമയമുണ്ടോ ഒരു ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? എന്നോടും നമ്മളെപ്പോഴും ഫ്രീ ആണല്ലോ. നമ്മളിപ്പോഴും ഫ്രീ ആണ്. അപ്പൊ കാസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞു, 2 കാസ്റ്റിംഗ് കഴിഞ്ഞു. എല്ലാ ഇന്റർവ്യൂലും ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ ഇതിനകത്തുണ്ടെന്ന് പറയാം. ഓക്കെ. എന്തായാലും അപ്പൊ ജനുവരി 5-ന് സിനിമ തിയേറ്ററിലേക്ക് എത്താണ്. 24-ന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.
യു.